മറ്റു വാർത്തകളിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നു. ഇന്ത്യൻ പീനൽ കോഡിന് പകരം കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പാക്കാനാണ് പോലീസ് ശ്രമമെന്നായിരുന്നു M. വിൻസെന്റ് MLA ആക്ഷേപം. അതേസമയം മേയർക്കെതിരായ അധിക്ഷേപം അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് ഇറക്കിവിട്ട സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കണമെന്നും A. റഹീം MP ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുന്നില്ല. ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതോടെ വിഷയം ഭരണ പ്രതിപക്ഷ പോരിലേക്ക് കടക്കുകയാണ്. പോലീസ് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായെന്ന് M. വിൻസെന്റ് MLA കുറ്റപ്പെടുത്തി. സംഭവ ദിവസം തന്നെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡിന് പകരം കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പിലാക്കാനാണ് പോലീസ് ശ്രമമെന്നും M. വിൻസെന്റ് കുറ്റപ്പെടുത്തി. മെമ്മറി കാർഡ് നഷ്ടമായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പോലീസ് പരിശോധന നടത്തിയതെന്നും M. വിൻസെന്റ് ആരോപിച്ചു. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷം മെമ്മറി കാർഡ് അന്വേഷിച്ചു പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി വന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ തപ്പി അവരെ പോയി കണ്ട് ക്യാൻവാസ് ചെയ്ത് അവർക്ക് ഇവർ കൊടുക്കുന്ന ഒരു വെർഷൻ പറയാൻ തയ്യാറായി വന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ ഇവർ പോലീസിന് കൈമാറും. പോലീസ് അവരോട് പോയി ചോദിക്കും. അവർ കൃത്യമായി പറയും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത്. ഇതിന് ഉന്നത ഇടപെടലില്ലെങ്കിൽ ഇതിലൊരു FIR ഉണ്ടാവുമായിരുന്നില്ലേ? ഉന്നത ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെടുമായിരുന്നോ? ഉന്നത ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ KSRTC എടുക്കേണ്ട നടപടികൾ എടുക്കുമായിരുന്നില്ലേ? ഇവിടെ ഭരണകക്ഷി യൂണിയനുകൾക്കും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്കും ഒരു നീതിയും മറ്റുള്ളവർക്ക് അനീതിയുമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മേയറെ പിന്തുണച്ചും മേയർക്കെതിരായ സൈബർ അധിക്ഷേപത്തെ അപലപിച്ചും A. റഹീം MP രംഗത്തെത്തി. ആര്യ രാജേന്ദ്രനെയും KK ശൈലജയും സൈബറിടത്തിൽ അധിക്ഷേപിക്കുകയാണ്. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് A. റഹീം പറഞ്ഞു. ആ മിഥ്യാധാരണ അവസാനിപ്പിക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു. ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി, ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റി പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണ ഒരാൾക്കും വേണ്ട. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ്, ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് അടക്കമുള്ള നേതാക്കളും മേയർക്ക് പിന്തുണയുമായി എത്തി. വിഷയം ചൂടുപിടിച്ചതോടെ KSRTC ഡ്രൈവർക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ മേയറെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ഇടതു നേതാക്കൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.